ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ആ ഉദ്യോഗാർത്ഥി ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അയാൾക്ക് ഒത്തിരിയേറെ ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, എങ്ങനെയെല്ലാം പഠിക്കണം എന്നുൾപ്പെടെയുള്ള വളരെയധികം ചോദ്യങ്ങളും സംശയങ്ങളും ഒരു ഉദ്യോഗാർത്ഥിയുടെ മുമ്പിൽ കൂടെ മനസ്സിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് HSA പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ HSA പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളിലാണ് ഇങ്ങനെ കുറേയധികം ഡൗട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താണ്, പോസ്റ്റിംഗ് എങ്ങനെയാണ്, ഇതിനെല്ലാം ചൊല്ലിക്കൊണ്ട് എന്താണ് കുറേയധികം ഡൗട്ട്സ് ഈ HSA ഉദ്യോഗാർത്ഥികളിൽ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഇവർ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടൊപ്പം ഞങ്ങൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. ഞാൻ അക്ഷര. ഞാൻ ലിയോണ. ഇപ്പം ആൽഫിൻ പറഞ്ഞതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ വരുന്ന കൺസേൺ ആണ് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പം ഇത് പൊതുവേ കണ്ടുവരുന്നത് ആദ്യം തന്നെ പുതിയതായിട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നവർക്കാണ്. കാരണം അവർക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഇത് തുടങ്ങണം, അല്ലെങ്കിൽ സിലബസ് സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു ഐഡിയ. അപ്പം അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കൺസേൺ തന്നെയാണ്. അപ്പം ഇത് മെയിനായിട്ട് ഈ വിഷയം വരുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇല്ല, അല്ലേ? അപ്പം നമ്മളിപ്പം പറഞ്ഞല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിനെ പറ്റി തന്നെയൊക്കെയാണ്. അപ്പം ഈ ഓരോ ഇപ്പം സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിള് ഇതെല്ലാം ഈ സ്ട്രാറ്റജിയുടെ അകത്ത് തന്നെ വരുന്നതാണ്. അപ്പം ഈ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഇതൊക്കെ കുറച്ച് എല്ലാം കൂടെ കേൾക്കുമ്പം ഒരുപാട് പോർഷൻസ് വരുമ്പം നമുക്ക് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് തോന്നും. ഇതിപ്പോൾ നമുക്ക് ഇത്രയും തീർക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ആകെ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടത്തില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചു പോകുന്നതിൻ്റെ നമ്മുടെ ആ ഒരു പേസ്, നമ്മൾ എന്തുമാത്രം സമയം എടുത്താണ് നമ്മൾ ഒരു പോർഷൻ തീർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ തന്നെ സെൽഫ് അനലൈസ് ചെയ്ത് ഇത് സ്റ്റാർട്ട് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സിലബസ് ഫുൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം സിലബസ് ഫുൾ കവർ ചെയ്യുക, അതുപോലെ സിലബസ് എല്ലാ ടോപ്പിക്സും സിലബസിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഓരോ ടോപ്പിക് ആണെങ്കിലും അതിൽ ഓതേഴ്സ് ആരാണെന്നും അത് നമ്മൾ ഡയറക്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും എല്ലാം നമ്മുടെ ആൽഫിൻ സാറ് നടത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കാണുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏത് റാങ്കിലേക്ക് എത്തിയാലാണ് നമുക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്ര വരെ എത്തണം, റാങ്ക് ലിസ്റ്റിൽ നമ്മൾ മുകളിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റഡി മോട്ടിവേഷൻ കറക്റ്റ് പേസിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ പഠന രീതി ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എയിം ഫോർ ദ ഫസ്റ്റ് റാങ്ക്. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സിലബസിൻ്റെ എല്ലാ പോർഷൻസ് ആയിക്കൊള്ളട്ടെ, നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനെയും എയിസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ വേണം നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്. നമ്മൾ എയിം ചെയ്യേണ്ടത് ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സിലബസിനെ നോക്കിക്കണ്ടുകൊണ്ട് നമ്മൾ കണ്ടന്റിനെ നോക്കിക്കണ്ടുകൊണ്ട് അത്രയും ഇൻഡെപ്തിൽ, ലൈക്ക് സിലബസിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചാലും, നമ്മൾ മറ്റേ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് പോലെ തന്നെ എന്താണ്, ഒരു ഓതർ ഉണ്ടെങ്കിൽ ആ ഓതറിൻ്റെ ടൈം പീരീഡ്, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ, ആ വർക്കിൻ്റെ എന്താണ് ജാൻറ, ആ ജാൻറയിലുള്ള ആ കാലഘട്ടത്തിലെ മറ്റു വർക്കുകൾ, ഇതിനെല്ലാത്തിനെയും ഇൻ്റർ കണക്ട് ചെയ്ത് നമ്മളൊരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഏലിയനേഷൻ എഫക്റ്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പം തന്നെ നമുക്ക് എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും സാധിക്കും. മറ്റുള്ളവരെക്കാട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്കിൽ മുകളിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എന്താണ് ഒന്നാം റാങ്ക് നമ്മൾ എന്ത് ചെയ്യാം, എയിം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിയമനം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു സ്റ്റഡി പാറ്റേൺ വേണം നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, HSAയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
അപ്പം അടുത്ത ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്തുമാത്രം സമയം പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ സ്കൂൾ ടൈമിൽ പഠിച്ചതുപോലുള്ള എക്സാംസിനുള്ള ടൈം അല്ല ഇതിന് വേണ്ടത്. ഡെഫിനറ്റ് ആയിട്ട് കൂടുതൽ ടൈം നമ്മൾ ഇതിന് ഡിവോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 3 മണിക്കൂറാണ് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്, പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി സെറ്റപ്പിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഫസ്റ്റ് റാങ്കിന് എയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോരാ. നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഡെയിലി ലൈഫ് സ്കെഡ്യൂളിലോട്ട് നമ്മുടെ ഈ സ്റ്റഡി സ്കെഡ്യൂളും കൂടെ മെർജ് ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം HSA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മെയിനായിട്ടും വേറെ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ഒരു ബിസി സ്കെഡ്യൂള് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇവർക്കിപ്പോൾ ഈ പറയുന്ന ഈ 3 മണിക്കൂർ തന്നെ ചിലപ്പം ഇരിക്കാൻ തന്നെ ടൈം കാണത്തില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് CCയുടെ ക്ലാസ്സുകളുടെ ഒരു ഇമ്പോർട്ടൻസ് കയറി വരുന്നത്. വളരെ പ്രിസൈസ് ആണ്, വളരെ കൺസൈസ് ആണ്. അപ്പം നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള എല്ലാ സോഴ്സ് ടെക്സ്റ്റിൽ നിന്നുമുള്ള അനാലിസിസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയും ഒക്കെയാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ തവണയായിട്ടും പല തവണയായിട്ടും ഒരു ദിവസം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും തറവാകും. ആൻഡ് ഓൾസോ വേറെ ഒരു അതിൻ്റെ അകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഒരാളിപ്പം ഞാൻ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പം ആൽഫിൻ സാറിൻ്റെ ഒരു പഠന രീതി, അതുപോലെ ആയിരിക്കില്ല അക്ഷര മാമിൻ്റെ ഒരു പഠന രീതി. എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ടൈം എടുക്കും പഠിക്കാനായിട്ട്. അപ്പം നമ്മൾ അപ്പോഴാണ് ഈ സോഴ്സ് ടെക്സ്റ്റിലോട്ട് ഈ സോഴ്സ് ടെക്സ്റ്റ് നമ്മൾ പഠിക്കണം. HSAക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഴ്സ് ടെക്സ്റ്റുകൾ. അപ്പം നമ്മൾ സോഴ്സ് ടെക്സ്റ്റ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ഓരോരുത്തരുടെ ഈ സമയ വ്യത്യാസം വലിയൊരു പ്രശ്നമായിട്ട് വരും. അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൻ്റെ എസെൻസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ കിട്ടുന്ന ഇപ്പോൾ 5, 10, 15 മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളിത് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ അതായിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരുടെയും വളരെ വലിയൊരു കൺസേൺ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഫക്റ്റീവ് ആണോ എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ എഫക്റ്റീവ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs ചെയ്യുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നമുക്ക് PYQs ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സാം എഴുതി ഫസ്റ്റ് റാങ്കിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ PYQs എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ PYQs വരുന്ന ഓപ്ഷൻസിനെ നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അവരുടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഓതേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം ഈ ഇതിൽ ഏത് വർക്കാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഷെറിഡൻ എഴുതാത്ത വർക്ക് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഓപ്ഷൻസിൽ പല വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ആ വർക്ക്സ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമ്മുടെ സിലബസിലുള്ള ഓതേഴ്സ് തന്നെ ആയിരിക്കും ആ ഓപ്ഷൻസിൽ വരുന്നത്. അപ്പോൾ അവരുടെ വർക്ക്സുകൾ അവരെഴുതിയ ബാക്കി വർക്ക്സുകളും നോക്കണം. അപ്പോൾ PYQs ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കണം. ഒരു മിനിമം ഒരു 20 or 50 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്നും ചെയ്യാനായിട്ട് നോക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഡെയിലി പഠിക്കുന്നതിനെ പറ്റി അക്ഷരാമം പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ സിലബസ് നല്ല വൈഡാണ്. ലൈക്ക് പാർട്ട് A, പാർട്ട് B ആയിക്കൊള്ളട്ടെ. നമ്മൾ പാർട്ട് B നമ്മുടെ കോർ ടെക്സ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴും സിലബസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. പോയട്രി മുതൽ ഡ്രാമ, പ്രോസ്, നോൺ ഫിക്ഷൻ, പെഡഗോജി, ഗ്രാമർ, ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെ ഒരു വളരെ വൈഡായിട്ട് കിടക്കുന്ന കുറേ അധികം ടോപ്പിക്കുകൾ ടച്ച് ചെയ്തു പോകുന്ന ഒരു സിലബസ് ആണുള്ളത്. ഈ സിലബസ് പഠിച്ചെടുത്തത് മറന്നു പോവുക എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതായത് ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. ഇതിന് നമുക്ക് ഒരൊറ്റ മാർഗ്ഗമേ നമുക്കുള്ളൂ, കൺസിസ്റ്റൻസി. മിസ് പറഞ്ഞതുപോലെ ഡെയിലി നമ്മൾ 20 or 25 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിലബസിനെ നമ്മൾ സ്മാർട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സിലബസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ ക്യാപ്സ്യൂൾസ് ആക്കി മാറ്റിക്കൊണ്ട് ഓരോ ദിവസവും നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളിതിനെ സിലബസിനെ കീറി മുറിച്ച് നമ്മളെ ബൂസ്റ്റ് റെലവൻസ് ആക്കി മാറ്റിക്കൊണ്ട് ഡെയിലി ഇതിനെ പഠിച്ചും നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ റിവൈസ് ചെയ്തും നമ്മളെ മെമ്മറിയെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക്
എന്താണ് ഈ മറവി എന്ന് പറയുന്ന വലിയൊരു പ്രോബ്ലത്തിനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലിയൊരു കൺസേൺ ആണ് ഉദ്യോഗാർത്ഥികളുടെ എക്സാം എന്നാണെന്നുള്ളത്. എക്സാം എന്നാണെന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് പാരലലായിട്ട് കുറേ പേര് ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്രയും വേഗം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം ഇന്ന് തന്നെ CCയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവും. കുറേ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകാനായിട്ടുള്ള വലിയ ചാൻസ് ഉണ്ട്. അവിടെയാണ് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്. എന്നും നിങ്ങൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്നും നിങ്ങൾ റിവൈസ് ചെയ്യാൻ നോക്കണം. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയേഴ്സ് ആണെങ്കിലും ഓതേഴ്സിൻ്റെ നെയിംസും ഒക്കെ മറന്നു പോകും. എല്ലാം തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സെയിം ഏജിലുള്ള ഓതേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഇയർ തമ്മിൽ മാറിപ്പോകും. ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഒക്കെ മാറിപ്പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം റിവൈസ് ചെയ്താൽ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പം റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ എണീക്കും ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വേണം പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ട്. റിവൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ റിവൈസ് ചെയ്യണം എന്നും. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാനുകളെ പറ്റി സംസാരിച്ചു. ഇപ്പോൾ അക്ഷര മിസ് പറഞ്ഞ പോലെ റിവിഷൻസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ പോർഷൻസിനെ കട്ട് ചെയ്ത് നമ്മൾ ഓരോ ഡെയിലി പോർഷൻസ് ആയിട്ട് ക്യാപ്സൂൾസ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ജസ്റ്റ് വായിക്കുക പഠിക്കുക ഇന്നൊരു സൈക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠനമായിട്ട് നമുക്കൊരു വിരസത ഫീൽ ചെയ്യും. ആ വിരസത ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ പഠിക്കാനുള്ള ഡ്രൈവ് ഇതിനെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്കൊരു മെൻറ്റർഷിപ്പ്, നമുക്ക് സംസാരിക്കാനായിട്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് മെൻറ്റേഴ്സിൻ്റെ ഒക്കെ സഹായം ആവശ്യം വരുന്നത്. ഈ മെൻറ്റേഴ്സ് ഇവർ ലീഡ് ചെയ്യുന്ന PYQ സെഷൻസ്, അങ്ങനെ കുറച്ച് നമ്മൾ വെറൈറ്റി എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ലേണിംഗ് പ്രൊസീജിയറിലേക്ക് കുറച്ച് കളർ കൊണ്ടുവരാൻ സാധിക്കും, കുറച്ച് നോവൽറ്റി കൊണ്ടുവരാൻ സാധിക്കും, നമ്മുടെ ആ വിരസത അങ്ങ് കുറയ്ക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഫീച്ചറിൽ വരുന്ന ഒന്നാണ് ഈ റാപ്പിഡ് Q&A ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പം റാപ്പിഡ് Q&A എന്ന് പറഞ്ഞാൽ നമ്മുടെ റാപ്പിഡ് ഫയർ പോലത്തെ ഒരു ഗെയിം പോലെ തന്നെ ഉള്ള ഒരു ഡിസ്കഷൻ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം ആലോചിക്കും, വെറുതെ ഞാൻ ഇവിടെ ടൈം കളയുമല്ലേ, ആ സമയം കൊണ്ട് എനിക്ക് ഇത്രയും പോർഷൻ ഞാൻ പേഴ്സണലി പഠിക്കുകയാണെങ്കിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ റാപ്പിഡ് Q&Aയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചലഞ്ച് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളോടൊരു 3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുമ്പം നമ്മളെ ചലഞ്ച് ചെയ്യാണ്, നമ്മുടെ മെമ്മറി ചെയ്ത് ചലഞ്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ആലോചിക്കാനും എന്തൊക്കെ നമുക്ക് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമെന്നും പറ്റത്തില്ലെന്നും അറിയേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ സ്റ്റഡി സ്ട്രാറ്റജിയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട കുറച്ച് സ്റ്റഡി ഷെഡ്യൂൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ ടൂൾസ് ഈ സമയങ്ങളിലാണ് ഹാൻഡി ആയിട്ട് വരുന്നത്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് നമ്മളുടെ പേഴ്സണൽ എഫേർട്സ് ആണ് 90%. അപ്പോൾ ഈ 10% അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ഈ ടൂൾസ് ഒക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിൽ, ഇതെല്ലാം നിങ്ങളെ പ്രിപ്പറേഷനെ അലട്ടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു വൺ ടൈം സൊല്യൂഷൻ ആയിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറും HSI ഇംഗ്ലീഷ് ബാച്ചും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ വിരസത മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികളായിക്കൊള്ളട്ടെ, നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുന്ന മെൻറ്റർഷിപ്പ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അറിവിനെ എന്നും റീഫ്രഷ് ചെയ്യുന്ന ഡെയിലി റിവിഷൻ പാറ്റേൺ ആയിക്കൊള്ളട്ടെ, ടൈം ടേബിൾ ആയിക്കൊള്ളട്ടെ, ലിയോണ മിസ് പറഞ്ഞ പോലെയുള്ള റാപ്പിഡ് Q&A സെഷൻസ് ആയിക്കൊള്ളട്ടെ, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ആയിക്കൊള്ളട്ടെ, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോർ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി വാല്യൂ ബേസ്ഡ് മാക്സിമം നമ്മളെ ഫസ്റ്റ് റാങ്കിലേക്ക് എയിം ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ HSI ഇംഗ്ലീഷ്. ഒട്ടും സമയം വെയിറ്റ് ചെയ്യേണ്ടതില്ല, എക്സാംസിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല, നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഏറ്റവും നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും എക്സലന്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒട്ടും മടിച്ചു നിൽക്കേണ്ട, HSI ഇംഗ്ലീഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ്
വീഡിയോസുമായിട്ടും ഇൻട്രാക്ഷൻ സെഷൻസുമായിട്ടും കണ്ടുമുട്ടാം. ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുക. താങ്ക് യു.